ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിൽ നാം വന്നെത്തിയിരിക്കുന്നുവെന്ന് പ്രവചനങ്ങളും ചരിത്ര സംഭവങ്ങളും വിളിച്ചറിയിക്കുന്നു. യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പലവിധ ജാതികൾ തമ്മിലുള്ള പോരാട്ടം എന്നിവ അതിൻ്റെ ലക്ഷണങ്ങളിൽ ചിലതാണ്. ഇത്രമാത്രം അക്രമവും അനീതിയും വർദ്ധിച്ചൊരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പൈശാചിക ശക്തികളുടെ പ്രവർത്തനവും പാപങ്ങളുടെ പട്ടികയും നീളുകയാണ്. ഈ ലോകം എങ്ങോട്ടെന്ന് മനുഷ്യൻ പരസ്പരം ചോദിച്ചു തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ട കരങ്ങൾ കൊണ്ട് തന്നെ മഹാദൈവം ഈ ഭൂഗോളത്തെ ഇന്ന് സംരക്ഷണം ചെയ്ത് താങ്ങി നിർത്തിയിരിക്കുന്നു. എന്നാൽ ദൈവം ഭൂമിയെയും ആകാശത്തെയും കടലിനെയും കരയെയും ഇളക്കുമെന്ന് ഹഗായി പ്രവചനം 2:6 അരുളിച്ചെയ്തിട്ടുണ്ട്. ഇവയുടെ എല്ലാം ഇളക്കത്തിനും മാറ്റത്തിനും കാരണമെന്താണ്? അതിമനോഹരനും മഹത്വപൂർണനുമായ ദൈവത്തിൻ്റെ കാൽ ഭൂമിയിൽ സ്പർശിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടി അത്ര ഇത്. പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തിൻ്റെയും കാരണബോധനും അധികാരിയും ദൈവത്തിനായ ക്രിസ്തുവാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതനായ പ്രവാചകനും അധികാരിയും ക്രിസ്തുവാണ്. കാറ്റും കടലും കർത്താവിനെ അനുസരിക്കുന്നു. പിശാചും മരണവും കീഴ്പ്പെടുന്നു. നമ്മുടെ കർത്താവ് ഒരാമാനുഷിക ശക്തിയാകുന്നു. ഇന്ന് കാണുന്ന ആകാശഭൂമികൾ ഭൂമിയിലെ ഭക്തികെട്ട മനുഷ്യരുടെ ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ആകാശവും ഭൂമിയും അഗ്നിയാൽ നശിക്കപ്പെടും. ഈ ഭൂമിയുടെ തകർച്ചയും ശൂന്യതയും പഴയ നിയമ പ്രവാചകന്മാരും പത്രോസും ഒക്കെ അരുളിച്ചെയ്തിട്ടുണ്ട്. ഈ ലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് 2 പത്രോസ് 3:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. പ്രിയരെ, നാം ഇന്ന് ഈ യുഗത്തിൻ്റെ അന്ത്യത്തിൽ, അതിൻ്റെ ആരംഭത്തിൽ കാൽകുത്തിയിരിക്കുന്നു. സൃഷ്ടാവും അധികാരിയും ഉടമസ്ഥനുമായ ദൈവം തൻ്റെ നീതി എത്രയും വേഗം ഈ ഭൂമിയിൽ നിവർത്തിക്കും. അപ്പോൾ നമ്മുടെ നിത്യത എവിടെയായിരിക്കുമെന്ന് നിർണയം വരുത്തിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തുക. യേശു വരാറായി. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ അവസരം നഷ്ടപ്പെടുത്തുന്നവനാണ് ഏറ്റവും നിർഭാഗ്യവാൻ. ഈ പട്ടികയിൽ പെടാതിരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. 2 തെസ്സലോനിക്യ ലേഖനം 4:16 നാം ഇങ്ങനെ വായിക്കുന്നു: കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉറക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ആ നാളുകൾ വേഗം സമാഗതമാകും. കർത്താവിൻ്റെ ഓരോനായി കാത്തിരിക്കുന്നവരായി അവിടുത്തെ വേല തയ്പ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ.